നമസ്കാരം പ്രിയപ്പെട്ടവരെ. സബീന എന്ന ലക്ഷ്മിപ്രിയ, അതായത് ഈ പഴയ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് പുതിയ വസ്ത്രത്തിലോട്ട് ചേക്കേറിയില്ലേ, ആ പുതിയ വസ്ത്രത്തിലേക്ക് ചേക്കേറിയപ്പോഴത്തേക്ക് ചേച്ചിക്ക് കുറെ പുതിയ പുതിയ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചതും ഈ മുസ്ലിം മതത്തിൽ ജനിച്ച് ആ മതത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും പഠിക്കാതെ ഏതോ ഒരു സംഘിവാണത്തെ പ്രണയിച്ച് അവൻ്റെ കൂടെ പോയി, എന്നിട്ട് ഇപ്പം ഹൈന്ദവ മതത്തിൽ ഇരുന്നു കൊണ്ട് ആ മതത്തെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കോപ്രായങ്ങൾ ഈ ഒരു കൂതറ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആളെയും ഉപേക്ഷിച്ചെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു പുതിയ വസ്ത്രത്തിലേക്ക് ചേക്കേറാനായിട്ടുള്ള പരിപാടിയാണോ എന്നൊന്നും അറിയില്ല. പ്രസ്താവനകൾ മാത്രമല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഈ ചേച്ചി പറയുന്നത് നമ്മളൊന്ന് കേൾക്കണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇസ്ലാം എന്ന പഴയ വസ്ത്രം ഉപേക്ഷിച്ച് ഒരു പുതിയ വസ്ത്രത്തിലേക്ക് കയറുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ഒന്ന് കാണിക്കണ്ടേ. പല വീഡിയോയുടെ താഴെയും ഓരോ ആളുകൾ വന്നിടുന്ന കമൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഈ അമ്മ സംഘടനയിലെ നീന കുറുപ്പിനെ പച്ചത്തെറി വിളിച്ചുകൊണ്ടുള്ള ഇവളുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ ആ വീഡിയോയുടെ താഴെയൊക്കെ ഓരോ സംഘിവാണങ്ങൾ വന്നിട്ട് ഇടുന്ന ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവള് ജനിച്ച മതത്തിന്റെ ക്വാളിറ്റിയാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. എടാ പൊട്ടന്മാരെ, ജനിച്ച മതത്തെക്കുറിച്ച് അവൾക്ക് ഒരു പുല്ലും അറിയത്തില്ല. അവൾക്ക് നിസ്കരിക്കാൻ അറിയില്ല, അവൾക്ക് നോമ്പ് പിടിക്കാൻ അറിയില്ല, അവൾക്ക് ഇസ്ലാമികപരമായിട്ടുള്ള ഖുർആനോ ഹദീസുകളോ ഒന്നും അറിയില്ല. ഇതൊന്നും അറിയാതെ 18 വയസ്സ് വരെ അതിനകത്ത് തിന്ന് കൊഴുത്ത് ജീവിച്ച്, കാരണം അവളുടെ ഉമ്മാടെയും ബാപ്പാടെയൊക്കെ അധ്വാനത്തിൽ തിന്നു കൊഴുത്ത് ജീവിച്ച് ഏതോ ഒരു തന്നെ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ കൂടെ ഓടിപ്പോയിട്ടുള്ള സാധനം ഇതുപോലത്തെ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇത് ജനിച്ച മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വേട്ടാവളിയന്മാരോടാണ് ഞാനിത് പറയുന്നത്. അപ്പം നമുക്ക് ഈ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് കേൾക്കണമല്ലോ. കാര്യം നമ്മൾ ഇത്രയും ദിവസം കണ്ടത് മൊത്തം ഇവരുടെ പ്രസ്താവനകൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അടിച്ചു വരുന്ന മാത്രമാണ്. ഇവരുടെ വാഗൊണ്ട് തന്നെ ഇവരിത് പറയുന്നതെന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഞാൻ കൊടുക്കും. കേട്ടോ. പിന്നെ ഞാൻ ഖുറാൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പഠിച്ചിട്ടില്ല. ഖുറാൻ പഠിച്ചിട്ടേ ഇല്ല, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് 10 കിതാബും ഓതി തികഞ്ഞ ഒരാളാണ്. ആ അച്ഛമ്മയ്ക്ക് മലയാളം വായിക്കാനോ എഴുത്തോ വായനയോ സ്കൂളിൽ ഒന്നും ചെയ്തിട്ടില്ല. തറവാട്ടിലേക്ക് പയ്യൂരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടിലേക്ക് ആളിനെ ഉസ്താദ് വന്നിരുന്ന് പഠിപ്പിച്ച് അങ്ങനെ 10 കിതാബ് ഓതി തികഞ്ഞ ഒരാളാണ്. എന്നിട്ട് പോലും എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞത് പൂവെന്ന് വിളിക്കുന്ന എന്നെയാണ്, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു പൂവെന്നാണ്. എന്നെ പിന്നെ ഒന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ മതം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ അച്ഛൻ്റെ അമ്മ പോലും അത്രയും എന്താ പറയുക പുരോഗമന ആശയം കൊണ്ട് നടന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് അറബി അക്ഷരങ്ങളൊക്കെ ജിലേബി 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 എന്നാണ് തോന്നുന്നത് ഇപ്പോഴും. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ദിവസം പോലും ഒരു നോമ്പെടുത്തിട്ടില്ല. എന്താ പറയാ, ഞാൻ ആ ഒരു മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? എനിക്കതൊന്നും വഴങ്ങിയിട്ടുമില്ല. ഒരു കാലത്തും എനിക്കതൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വഴങ്ങിയിട്ടുമില്ല. വീട്ടിലാളെ ഇരുത്തിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വീട്ടുകാർ, പക്ഷെ എനിക്കത് വഴങ്ങിയിട്ടില്ല, മനസ്സിലായില്ല? അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറബി അക്ഷരങ്ങളൊക്കെ ജിലേബി 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 എന്നാണ് തോന്നുന്നത് ഇപ്പോഴും. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ദിവസം പോലും ഒരു നോമ്പെടുത്തിട്ടില്ല. എന്താ പറയാ, ഞാൻ ആ ഒരു മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? എനിക്കതൊന്നും വഴങ്ങിയിട്ടുമില്ല. ഒരു കാലത്തും എനിക്കതൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വഴങ്ങിയിട്ടുമില്ല. വീട്ടിലാളെ ഇരുത്തിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വീട്ടുകാർ, പക്ഷെ എനിക്കത് വഴങ്ങിയിട്ടില്ല, മനസ്സിലായില്ല? അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കാസ്റ്റ് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നതും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. തന്നെയല്ല, അതിന് എൻ്റെ ഭർത്താവ് സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്, പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നൊക്കെ പറയും. പക്ഷേ ജയ്ഷേട്ടന് ഞാൻ സബീനയായിട്ടിരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. ജയ്ഷേട്ടന് ഞാൻ തലേ തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ, ജയ്ഷേട്ടൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. പിന്നെ ഒഫീഷ്യലിയും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒഫീഷ്യലി എൻ്റെ പേര്, എൻ്റെ ജാതി, എൻ്റെ ഒപ്പ് എല്ലാം ഒഫീഷ്യലിയും നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് തന്നെ എല്ലാം ലീഗലി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നീനാക്കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങളെ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്?
എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മാനത്തുനിന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറുപ്പെ പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്. നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു കുണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകമെന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സംഗിണി സബീന എന്ന ലക്ഷ്മിപ്രിയ ചേച്ചി പറഞ്ഞിട്ടില്ലേ, ഈ അറബി അക്ഷരങ്ങൾ കാണുമ്പോൾ ജിലേബി ജിലേബി എന്നാണ് അമ്മച്ചിക്ക് വരുന്നത്. അമ്മച്ചിക്ക് ഇതൊന്നും വഴങ്ങത്തില്ല എന്നാ പറയുന്നത്. നല്ല രീതിയിലൊക്കെ നാക്കൊക്കെ വടിച്ച് ഇസ്ലാമിക രീതിയിലൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇതൊക്കെ വഴങ്ങിയനായിരുന്നു. പിന്നെ ഉമ്മ, അതായത് അച്ചമ്മ എന്ന് പറയുന്നത് അന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായിരുന്നു. അന്നും ആ ഒരു പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്നു. ഈ അച്ചമ്മയാണ് പറഞ്ഞ പോലും ഈ പൂവിനെ ഇതൊന്നും പഠിപ്പിച്ച് ഇവളുടെ തലയിലോട്ടൊന്നും കയറ്റി കൊടുക്കണ്ട, അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെന്ന്. 18 വയസ്സ് വരെ. ഇത് ശുദ്ധ അസംബന്ധമല്ലേ ഈ വൃത്തികെട്ട സംഗണി ചേച്ചി വന്നിരുന്നോണ്ട് പറയുന്നത്? എന്താണെങ്കിലും നമുക്കറിയാം, ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ ജീവിക്കുന്നവരാണെങ്കിലും മദ്രസയിൽ പോയി പഠിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല രക്ഷകർത്താക്കൾ അവരെ വീട്ടിൽ ഉസ്താക്കന്മാരെ വിളിച്ചിരുത്തി പഠിപ്പിക്കും, അത് ഓദിക്കും. ഇവളെ ഒന്ന് വിളിച്ചിരുത്തി നല്ല രീതിയിൽ ഒരു ഹിപ്നോട്ടിസം ചെയ്തു കഴിഞ്ഞാൽ ഇവള് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം തത്ത പറയുന്നത് പോലെ ഇവള് പറയും. ഇവക്കെല്ലാം അറിയാം. പക്ഷേ ഈ സംഖ്യയെ പ്രണയിച്ച് ഈ സംഖ്യയുടെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇവക്ക് ഇസ്ലാമിക ട്രഡീഷണൽ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഇങ്ങനെ കൂത്താടി നടക്കണം. അതുകൊണ്ടാണ് ഇവൾ ഇസ്ലാമിൽ നിന്ന് പോകാനായിട്ടുള്ള മെയിൻ കാരണം. അതുകൊണ്ടാണല്ലോ ഒരു സംഖ്യയെ പ്രണയിച്ചതും. അപ്പൊ ആ സംഖ്യയുടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം, എന്ത് വേണമെങ്കിലും പറയുകയും ചെയ്യാം. ഇസ്ലാമിനെ കുറിച്ചിട്ട് ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് പറഞ്ഞത് അത് ഒരർത്ഥത്തിൽ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കിതാബും ഓതി പൂർത്തിയാക്കിയ അച്ചമ്മയാണ് പോലും ഈ പൂവിനെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാഞ്ഞെന്നതാണ് നമ്മുടെ സംഗണി ചേച്ചിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ. ഇസ്ലാം എന്ന പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള നമ്മുടെ ഈ ആന്റി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ആന്റി ഇപ്പം വേറെ ലെവലിലാണ്. ആന്റിയുടെ കൂടെ സംഖ്യപുത്രൻ ഇല്ലെന്നൊക്കെയാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും ഉടൻ തന്നെ മറ്റൊരു പുതിയ വസ്ത്രം തേടി ആന്റി പോവുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ആന്റി പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പ്രേക്ഷകർ തന്നെ കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും